കഴിഞ്ഞ ഒരു ദിവസം ഒരു വ്യക്തി നാട്ടിൽ ആത്മഹത്യ ചെയ്തു. വളരെ ചെറുപ്പക്കാരനായ പയ്യനാണ്, അടുത്തുള്ള വ്യക്തിയാണ്. ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഈ ഗെയിംസ് കളിച്ച് അദ്ദേഹം കുറേ പൈസ കളഞ്ഞു. അവൻ വിദേശ രാജ്യത്തേക്ക് ഇവിടെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പണം ഈ വീഡിയോ ഗെയിമിൽ, അതായത് മൊബൈൽ വരുന്ന ഗെയിംസ് കളിച്ച് പൈസ കളഞ്ഞതാണ്. അത്രയും പൈസ പോയെന്ന് മനസ്സിലായപ്പോൾ നിക്കക്കള്ളിയില്ലാതെ ഇവൻ ആത്മഹത്യ ചെയ്തതാണ്. പലപ്പോഴും നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ATM പോകുന്നു, പൈസ എടുക്കുന്നു, കാണുന്നു, കണ്ടോ ഇതെനിക്ക് സത്യമാണ്, ഞാൻ ഇങ്ങനെ ചുമ്മാ ലൂഡോ കളിച്ചല്ല ഇന്ന ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കിയ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. പലപ്പോഴും നല്ല ഒട്ടുമിക്ക ആൾക്കാരും ഇതിനേക്കൊക്കെ ചാടി എന്താ പറയുക, ഒരുപാട് പൈസ കളയുന്നുണ്ട്. ഈ കാണിക്കുന്ന പ്രൊമോഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ നോക്കും യാതൊരുമായ എത്തിക്സും അവരുടെ ജീവിതത്തിലുള്ള ആൾക്കാരാണെന്നില്ല. അവർ ഈ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾക്ക് ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, എത്രയോ ഗെയിംസ് കളിച്ചതേ ഉള്ളൂ 40,000 രൂപ കിട്ടി എന്ന്. ഏതാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഗെയിം കളിച്ചുള്ളൂ 40,000 രൂപ കിട്ടി എന്നുള്ളത്. ഈ പറയുന്ന വ്യക്തി ഇതും കൊണ്ട് പിന്നെ ഇരിക്കുകയല്ല. ഒരാൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ 40,000 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അപ്പം സാധാരണഗതിയിൽ നല്ല ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നല്ല വിദേശത്താണെന്നല്ല ഒരു മാസമൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലേ ഒരു 1.5-2 ലക്ഷം രൂപ ചിലപ്പോൾ സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. നല്ല പ്രൊഫഷണലുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ മറ്റു ലെവലിലേക്കോ അല്ല നല്ല ഓഡിറ്റിങ്ങോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് 1-2 ലക്ഷം രൂപ നാട്ടിൽ വേണമെങ്കിലും കിട്ടും. IT പ്രൊഫഷണൽ ആൾക്കാർക്ക് കിട്ടും. പക്ഷേങ്കിൽ ഒരു മാസം മുഴുവൻ ജോലി ചെയ്യുമ്പോഴാണ് IT പ്രൊഫഷണൽ ആൾക്കാർക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നത്. അവരുടെ ചിലവും കാര്യം കഴിഞ്ഞ് എത്ര രൂപ മിച്ചം പിടിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. അപ്പം ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ഗെയിം കളിക്കുന്ന ഒരാൾക്ക് 40,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവന് ഒരു ദിവസത്തെ ഒരു 3 മണിക്കൂർ മാറ്റി വെച്ചാൽ പോരെ ഈ എമൗണ്ട് കിട്ടാൻ, ഒരു മാസം അധ്വാനിക്കുന്ന എമൗണ്ട് കിട്ടാൻ. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും തന്നെ ഒരു വീഡിയോ ചെയ്യുന്നു എന്നല്ലാണ്ട് സ്ഥിരമായിട്ട് ഈ വീഡിയോ ഒക്കെ ഞാൻ ഇതൊട്ട് വീഡിയോ ചെയ്യുന്നില്ല. കാരണം ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്, മെനക്കേടാണ്. എല്ലാവർക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും പോകണം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഒരുപാട് തിരക്കുകളുണ്ട്. ഈ പറഞ്ഞ ഇത്രയും വീഡിയോ ചെയ്താലും കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമാണ്. എന്നാൽ പിന്നെ എനിക്ക് ഒരു ദിവസം അല്ലെ 3 മണിക്കൂർ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്ളോഗേഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ അവരുടെ വ്ളോഗിങ് കാര്യങ്ങൾ, അല്ലെ അവർ വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ടോ? ശുദ്ധ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൽ പെട്ട് പല പാവങ്ങളും പെട്ടുപോവാണ്. ഈ കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കാരണം പഠിത്തമുള്ള ആൾക്കാർ തന്നെയാണ്. പെട്ടെന്ന് കാശാവാനും അധ്വാനിക്കാതെ അല്ല കഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് കാശാവാൻ ഒരു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയ്ക്ക് പറഞ്ഞാൽ ഒരു 25 വയസ്സുള്ള പയ്യനാണ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് പോലീസ് വരികയാണ്. പോലീസ് വന്നിട്ട് ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പയ്യന്, ആ വീട്ടിലെ പയ്യന് എത്രയോ ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ഏതൊക്കെയോ കമ്പനിക്ക്. കുഞ്ഞുങ്ങൾ എന്തോ ചെയ്തതെന്നൊരു പിടിയില്ല. നമുക്ക് ഈ നാഷണൽ സൈബർ ക്രൈം